ഞാൻ ഇന്ന് വരെ കളിയാക്കൽ കേട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ റിവെഞ്ച് ചെയ്യണം, എന്നെ കളിയാക്കി അവരോട് റിവെഞ്ച്, അങ്ങനെയൊന്നുമില്ല. അത് നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കും നമ്മൾ അങ്ങനെ ചെയ്യാൻ നിന്നാൽ. നമ്മൾ ബെറ്റർ ആയാൽ മതി. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയായിരുന്നു. ഇനി അതേപോലെ തന്നെ അതാണ് ഫസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് ഇത് മോട്ടിവേറ്റ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക, അതെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളോ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും അല്ലേ. അതെ അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇവരോട് പറയാനും ഉണ്ടാവുക. അതെ അതെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇന്ന് സക്സസിൽ നിൽക്കുന്നത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ഒരു വല്ലാത്തൊരു സെൽഫിനോട് ഒരു ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് ആണ്. അതെ അതെ ഇത്തരത്തിൽ ലൈഫിലെ ഏറ്റവും കൂടുതൽ നല്ല മൊമെന്റ്സ് തന്ന നിമിഷങ്ങൾ വേറെ ഏതൊക്കെയായിരിക്കും? എൻ്റെ ബിസിനസ് അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് എൻ്റെ പാർട്ട്ണറാണ്. പുള്ളിക്കാരൻ വന്നോണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ ഇതാവുന്നത് തന്നെ. ഇതിനിടയിൽ കോമ്പറ്റീഷൻ പല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ആ കോമ്പറ്റീഷന്റെ ഒപ്പം ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും അതിനിടയിൽ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ ഷനാന? ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ തന്നെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് വന്ന് പറയും, ആ ഷോപ്പിലെങ്ങും ഒന്നും കൊള്ളത്തില്ല, അപ്പുറത്തെ ഷോപ്പിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഇവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണെന്ന്.